അനുദപിക്കുക. മാനസാന്തരപ്പെടുന്നവർക്കാകട്ടെ അവിടുന്ന് തിരിച്ചുവരവ് അനുവദിക്കുന്നു. സ്ഥിരോത്സാഹം കിട്ടുന്നവരെ അവിടുന്ന് പ്രോത്സാഹിപ്പിക്കുന്നു. നീ കർത്താവിലേക്ക് തിരിഞ്ഞ് പാപങ്ങൾ പരിത്യജിക്കുക. അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അപരാധം കുറയ്ക്കുകയും ചെയ്യുക. അത്യുന്നതനിലേക്ക് തിരിച്ചു വരികയും അനീതിയിൽ നിന്ന് പിന്തിരിയുകയും മ്ലേച്ഛത തീവ്രമായി വെറുക്കുകയും ചെയ്യുക. ജീവിക്കുകയും കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് പകരം പാതാളത്തിൽ ആര് അത്യുന്നതന് സ്തുതി അർപ്പിക്കും? അസ്തിത്വമില്ലാത്തവനിൽ നിന്ന് എന്ന പോലെ മരിച്ചവനിൽ നിന്ന് സ്തുതി നഷ്ടമാകുന്നു. ജീവിച്ചിരിക്കുന്നവനും ആരോഗ്യവാനുമായവൻ കർത്താവിനെ സ്തുതിക്കും. തന്നിലേക്ക് പിന്തിരിയുന്നവരോടുള്ള കർത്താവിൻ്റെ കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്! മനുഷ്യർക്കിടയിൽ എല്ലാ കാര്യങ്ങളും സാധ്യമല്ല തന്നെ. കാരണം മനുഷ്യപുത്രൻ അമർത്യനല്ല. സൂര്യനേക്കാൾ പ്രഭയുള്ളതെന്തുണ്ട്? എന്നിട്ടും അത് മങ്ങിപ്പോകുന്നു. മാംസവും രക്തവും തിന്മ നിരൂപിക്കുന്നു. ഉന്നത സ്വർഗത്തിന്